എൻ്റെ പേര് നീതു. ഞങ്ങൾ ചെന്നിത്തലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ബഹ്റൈനിലാണ് സെറ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 8 വർഷമായിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ കുറച്ച് വർഷമൊന്നും അത് അങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടേഴ്സിനെ കണ്ടു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ മാറി മാറി ഓരോ ഡോക്ടേഴ്സിനെ കാണിച്ചു നോക്കി. അവരെല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കേണ്ടതായ ഒരു പ്രോബ്ലവും കാണുന്നില്ല. നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അവസാനം ഡോക്ടേഴ്സ് കുറച്ച് ഇഞ്ചക്ഷനും തരും, പിന്നെ കുറച്ച് ഫോളിക് ആസിഡ് തന്ന് പറഞ്ഞു വിടും. ഞാൻ കുറേ ഫോളിക് ആസിഡ് കഴിച്ചു, ട്രൈ ചെയ്തു. ഒരു പോസിറ്റീവ് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോക്ക് തന്നെ നിർത്തി. വെറുതെ ഫോളിക് ആസിഡ് മേടിച്ച് കഴിക്കാനായിട്ട് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ശരിക്കും ഞാൻ പൂർണ്ണമായിട്ട് നിരാശയിലായി. എനിക്കിനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ തന്നെ എനിക്ക് അത്രയും ഒരു ഇതിൽ ഞാൻ മനസ്സിലങ്ങ് ഉറപ്പിച്ചു. എനിക്കിനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല, എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് 2022 ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. 2022 ഓഗസ്റ്റ് 14 എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അടുത്ത് ഞാൻ പോകാനിടയായി. അപ്പം ഞാൻ ഈ കൃപാസനത്തിനെ പറ്റി ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കതിനെപ്പറ്റി ഡീപ്പായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുത്ത് ഞാൻ കയറിയ പാടെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ആലപ്പുഴയിലല്ലേ നിന്നെ കെട്ടിച്ച് വിട്ടേക്കുന്നത്, അവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം, അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കാത്ത കാര്യവും നടക്കും എന്നും പറഞ്ഞിട്ട് ആൻറ്റി അകത്ത് പോയിട്ട് എനിക്കൊരു ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് തന്നു. കൃപാസനത്തിലെ പത്രം എടുത്തുകൊണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് വായിക്കാൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ അത് കൈ കിട്ടി, ഒരു വിശ്വാസക്കേടും കാണിക്കാതെ ഞാൻ പൂർണ്ണമായിട്ട് ആ പേജുകളെല്ലാം വായിച്ചു. അപ്പോൾ ഓരോ സാക്ഷ്യമൊക്കെ എഴുതിയേക്കുന്നത് ഞാനെല്ലാം വായിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് 2 ദിവസമേ ഉള്ളൂ തിരിച്ച് ബഹ്റൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, എനിക്ക് തിരിച്ചിനി ആലപ്പുഴ ചെന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ എന്ത് ചെയ്യും? അന്നേരം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാം, നീ ബഹ്റൈനിൽ ചെന്നിട്ട് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്താൽ മതി, എന്നിട്ട് അതിനകത്തൊരു പ്രാർത്ഥന വരും, അത് നല്ല രീതിയിൽ അവരതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ ചെയ്ത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൻറ്റി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ച് കേട്ട് അംഗീകരിച്ച് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം എനിക്ക് ശക്തമായ വയറുവേദന വന്നു. വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല അത്രയും വലിയൊരു വേദന. ആ വേദന വന്നപ്പം പീരിയഡ്സ് ആവാൻ ടൈമായി, പീരിയഡ്സ് പെയിൻ ആയിരിക്കും എന്ന് വിചാരിച്ചു. അന്ന് രാവിലെ തൊട്ടേ പെയിൻ തുടങ്ങി. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സിവിയർ പെയിനായി ഞാൻ ബെഡിലേക്ക് പോയി കിടന്നു. എനിക്ക് തിരിയാൻ വയ്യ, മറിയാൻ വയ്യ, ഒരു രക്ഷയില്ല. ബോധം വരെ മറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. വീട്ടിലുള്ളവരെല്ലാം പേടിച്ചു പോയി. പെട്ടെന്ന് എന്തോ എൻ്റെ വയറ്റിൽ നിന്ന് എന്തോ താഴേക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് വന്നതും ഞാൻ അൺകോൺഷ്യസായി. എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. 1 മണിക്കൂറോളം ഞാൻ ഉറങ്ങിയെന്നാണ് വീട്ടിലുള്ളവർ പറഞ്ഞത്. തിരിച്ച് ഞാൻ നോക്കി, അത് കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ആയി, എൻ്റെ പെയിനെല്ലാം മാറി. ഞാൻ നോക്കുമ്പം ഒരു ചാര കളറിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ലാതെ ഒരു വലിയ മാംസ കഷ്ണം എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. അതിൽ ഒരു രക്തമയം പോലും ഇല്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. ഇതെന്താ സംഭവിച്ചെന്ന് അറിഞ്ഞില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആരെയും ഞാൻ കാണിച്ചില്ല, എൻ്റെ വെപ്രാളത്തിന് ഞാൻ പെട്ടെന്ന് അത് കളഞ്ഞു, ആരെയും കാണിച്ചില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് എടുത്ത വായിൽ പറഞ്ഞു, നീ അവിടെ ചെന്നപ്പം ആൻറ്റി നിനക്ക് ഉടമ്പടി പത്രം തന്ന് നീ അത് കൈകൊണ്ട് തൊട്ട് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചില്ലേ, ആ പത്രം തൊട്ടാൽ വരെ അനുഗ്രഹം കിട്ടുന്നവരുണ്ടെന്ന് സാക്ഷ്യത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം മാതാവ് നിന്നെ സഹായിച്ചതാ, എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു, അത് മാതാവ് നീക്കി കളഞ്ഞതാന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാൻ തിരിച്ച് 18-ാം തീയതി ബഹ്റൈനിലേക്ക് തിരിച്ചു പോയി. ഞാൻ അവിടെ ചെന്ന് ഓഗസ്റ്റ് 22-ാം തീയതി, അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഓഗസ്റ്റ് 22-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 22-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. എനിക്ക് പ്രാർത്ഥന കിട്ടി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
5:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് എഴുന്നേക്കും. ഒരലാറവും വെക്കണ്ട, ഒന്നും വേണ്ട. 5:30 എന്നൊരു സമയത്ത് മാതാവ് എൻ്റെ കണ്ണ് തുറപ്പിക്കും. ഞാൻ എഴുന്നേക്കും, ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതൊന്നും. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് ഒരത്ഭുതം പ്രവർത്തിക്കണം, എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ എനിക്ക് തരണം, എന്നിട്ട് വേണം എനിക്ക് അമ്മ തന്ന കുഞ്ഞിനെ പറ്റി, അമ്മ തന്ന അനുഗ്രഹത്തെ പറ്റി എൻ്റെ ഭർത്താവിനോട് പോലും പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയും വർഷം ട്രൈ ചെയ്തിട്ടും ഒരു റിസൾട്ടും കിട്ടാതെ ഹസ്ബൻഡും നിരാശപ്പെട്ടിരിക്കുക. അപ്പം ആഗ്രഹം കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. പോകെ ദിവസങ്ങൾ കഴിഞ്ഞു പോകെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി, എന്തോ സംഭവിക്കുന്നുണ്ട്, എൻ്റെ ശരീരം എന്തോ സംഭവിക്കുന്നുണ്ട്, അമ്മ എനിക്ക് തരും കുഞ്ഞിനെ. ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ലൈവായിട്ട് കേൾക്കും. ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഓണാക്കി വെച്ച് കിച്ചണിൽ നിൽക്കുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം കേൾക്കും. ഒരുപാട് സാക്ഷ്യം ഞാൻ കേട്ടു, സാക്ഷ്യം കേൾക്കും. ഞാൻ ആദ്യമേയൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഒരു ദിവസം ഞാൻ ഉപവാസം എടുത്തു. ഞാൻ രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തളർച്ച തോന്നി. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാതെ തല കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, തല കറങ്ങി വീണ ഹസ്ബൻഡ് വന്നാലേ അറിയുള്ളൂ. ഞാൻ എന്നിട്ട് ഫുഡ് കഴിച്ചു. എന്നിട്ടും എനിക്ക് മനസ്സിനൊരു വല്ലാത്ത ബുദ്ധിമുട്ട്, ഞാനത് തെറ്റിച്ചല്ലോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഇരുന്ന് മാതാവിനോട് എൻ്റെ സങ്കടമെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് കഴിഞ്ഞു. സെപ്റ്റംബർ 18 അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടുത്തെ കൃപാസനത്തെ പറ്റി പറഞ്ഞു തന്ന എൻ്റെ ആൻറ്റിയാണ്. ആൻറ്റിയെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പിന്നെ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും എന്ന് പറഞ്ഞല്ലേ. അപ്പം എൻ്റെ ഉള്ളിൽ കുഞ്ഞ് വളരുന്നുണ്ട്. ആൻറ്റി അത് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. അവസാനം സെപ്റ്റംബർ 18 എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമാകാൻ തുടങ്ങി. 18 എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ ഇത്ര ക്ഷീണം, എഴുന്നേക്കാനേ പറ്റുന്നില്ല, രാവിലെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോഴൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാതാവ് എന്നെ നിരാശപ്പെടുത്തത്തില്ലെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അന്ന് ഒരു തരത്തിൽ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അവിടെ ക്ഷീണിച്ചിട്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ പാടെ തന്നെ ഞാൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി. 19 ഇതുപോലെ രാവിലെ ആയപ്പം എനിക്ക് സഹിക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം, തളർച്ച, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല. 19 കടന്നുപോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് സംശയമുണ്ട്, അമ്മ എൻ്റെ ഉദരത്തിൽ തന്നിട്ടുണ്ടെന്ന്. സംശയമല്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇതെനിക്ക് എൻ്റെ ഭർത്താവിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് അമ്മ എന്തെങ്കിലും ഒരു തെളിവ് തരണം. കാരണം എപ്പോഴും ഞാനിങ്ങനെ എൻ്റെ സംശയം മൂക്കുമ്പോൾ ഞാനിങ്ങനെ ടെസ്റ്റർ മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യും, അത് നെഗറ്റീവ് ആകും. അവസാനം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, ഇനി നീ മേടിക്കണ്ട, ഇത് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം നിരാശപ്പെടുത്തരുതെന്നുള്ള എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് സെപ്റ്റംബർ 19 കഴിഞ്ഞു. സെപ്റ്റംബർ 20 രാവിലെ ഞാനൊരു 5:30 ആയപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് ഇരിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇന്നലെ കഴിച്ച എന്തെങ്കിലും ഫുഡിൻ്റെ ഗ്യാസ് പ്രോബ്ലം ആണോ, അസിഡിറ്റിക് പ്രോബ്ലം ആണോ. ഇടയ്ക്ക് എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഹസ്ബൻഡിനെ ഒരു തരത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഓൺ ദ സ്പോട്ടിൽ ഞാൻ പോയി കിടന്നു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ വയ്യാത്ത ഒരു തരം ക്ഷീണം. ഒരു 12:45 ആയപ്പോൾ ഞാൻ ഒരു തരത്തിൽ എഴുന്നേറ്റു. ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് എഴുന്നേറ്റിട്ട് ഞാൻ ഇരുന്ന് ഇങ്ങനെ തല ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നപ്പം എൻ്റെ കയ്യിൽ ഒരു ടെസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ 1-2 വട്ടം മടിച്ചു, ചെയ്തു നോക്കണോ എന്ന് നിരാശപ്പെടുത്തുമോ എന്ന്. എന്നിട്ടും ഞാൻ പോയി അതെടുത്തു. ഞാൻ അതിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയില്ല. എപ്പോഴും നിരാശയായതുകൊണ്ട് ഞാൻ നോക്കിയില്ല. എനിക്കത് കാണുമ്പോൾ സങ്കടമാകുന്നതുകൊണ്ട് ഞാൻ നോക്കിയില്ല. അവസാനം ഞാനത് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കാതെ ഞാൻ ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴും എൻ്റെ പുറകിൽ നിന്ന് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക്. ഞാൻ ഓക്കെ എടുത്ത് കളഞ്ഞേക്കാന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഈ 8 വർഷത്തിനുള്ളിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു തവണ പോലും എനിക്കൊരു 2 ലൈൻസ് വന്നിട്ടില്ല. അന്ന് ഞാൻ എടുത്ത് നോക്കുമ്പം ഒരു മങ്ങിയ ലൈൻ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് പോയി, മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ അതിലെ കൂടെ ചുറ്റും എനിക്ക് വെപ്രാളം മൂത്തിട്ട് ഞാൻ കിടന്ന് ഓടുമായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല.
ഹസ്ബൻഡ് വന്നിട്ട് ഈ ലൈൻ കണ്ടിട്ടും ഹസ്ബൻഡിന് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. കാരണം എപ്പോഴും ഞാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ സൈഡിൽ ഫെയ്ഡായിട്ടെങ്കിലും കളറുണ്ടോ എന്ന് നോക്കിക്കുക, നമ്മൾ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പറയും. അന്ന് ഞാൻ നോക്കി, അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ ടെസ്റ്റ് ചെയ്തതും പിടിച്ച് ഞങ്ങൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പോയി. അപ്പം ഞാൻ അവിടെ ലാബിൽ ചെന്ന് ചോദിച്ചു BT-HCG ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് അവർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ആ വെയിറ്റ് ചെയ്യാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ 1 മണിക്കൂർ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു, ഫോണിൽ നോക്കി ചൊല്ലിക്കൊണ്ടേയിരുന്നു. റിസൾട്ട് വന്നു, എൻ്റെ പേര് വിളിച്ചു, ചങ്കൊക്കെ ഇങ്ങനെ കിടുകിടാന്ന് ഇടിക്കുക. ഞാൻ ചെന്ന് റിസൾട്ട് മേടിച്ച് തുറന്ന് നോക്കുമ്പം 4 വീക്സായി കുഞ്ഞ്. ഡോക്ടറെ കാണാൻ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ചെന്നു ഡോക്ടറെ കണ്ടപ്പം ഹാർട്ട് ബീറ്റ്സ് സ്കാൻ ചെയ്തു, ഹാർട്ട് ബീറ്റ്സ് നോക്കി, ഒരു കുഴപ്പമില്ല, നല്ല ഫീറ്റിലാണെന്ന് പറഞ്ഞു, ഹെൽത്തി ഫീറ്റിലാണെന്ന് പറഞ്ഞു. 3 മന്ത്സ് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്തപ്പം കുഞ്ഞൊരിത്തിരി പോലായി. അവിടെ ആയതുകൊണ്ട് ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും. ഞങ്ങനെ കാണിച്ചു തന്നു. കുഞ്ഞിങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് അപ്പോഴേ കുഞ്ഞിങ്ങനെ കിടക്കുന്നു. ഡോക്ടർ സ്ക്രീനിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബേബി ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു പനിയോ ഒരു ജലദോഷമോ പോലും എനിക്ക് വന്നില്ല. ഞാൻ അവനെ ഹെൽത്തി ആയിട്ട് തന്നെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് പോയി. എനിക്ക് മെയ് 13-ാം തീയതി 2023 മെയ് 13-ാം തീയതി എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു. മാതാവിനെ അനുഗ്രഹിച്ചു, മാതാവൻ തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്ത സമയത്ത് ലാസ്റ്റ് ഗൾഫിൽ വെച്ച് സ്കാൻ ചെയ്തപ്പോൾ ഒന്നും അറിഞ്ഞില്ല. നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പം അതിനകത്തൊന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ 3rd വെൻട്രിക്കിളിൽ ചെറുതായിട്ട് ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് വയറിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത് ആരുടെയും പ്രോബ്ലം കൊണ്ട് വരുന്നതല്ല. കുഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു പീഡിയാട്രിക്കിനെ കാണിക്കാൻ ഗൈനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ കണ്ടു. എൻ്റെ വയറിൻ്റെ ഉള്ളിൽ വെച്ച് സ്കാൻ ചെയ്ത് അത്രയും തീവ്രതയില്ലെങ്കിലും ചെറിയൊരു ഫ്ലൂയിഡ് തങ്ങി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2-3 പീഡിയാട്രിഷ്യനെ കാണിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു നിങ്ങൾ ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരാറുണ്ടായിരുന്നു, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ്, ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ജോസഫ് അച്ഛനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞിൻ്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ചു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ. അപ്പം ഞാൻ കണ്ണൂരാണ്, ഹസ്ബൻഡ് ഇവിടാണ്. ഞാൻ പിറ്റേ ദിവസം കണ്ണൂർ അസ്തർ ഹോസ്പിറ്റലിൽ പോയി അവിടെ ന്യൂറോയെ കണ്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ഞങ്ങളെ കണ്ട് കുഞ്ഞിനെ നോക്കി. കുഞ്ഞ് ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വെറുതെ എന്തിനോ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഡോക്ടറിൻ്റെ ഫേസിൽ. ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒരു ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നതാണ്. 3-4 മാസം കഴിയുമ്പം അവൻ കമിഴ്ന്ന് വീഴുന്ന സമയത്ത് അത് തന്നെ പൊക്കോളും, യാതൊരു പ്രശ്നമില്ല, ഹെൽത്തി ബേബിയാണ്, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മുടക്കവും വന്നിട്ടില്ല. മാതാവിനെ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ഈശോയ്ക്ക് നന്ദി, മാതാവിന് നന്ദി.